ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മനോഹരമായിട്ടുള്ളൊരു വള്ളിച്ചെടിയാണ്. ഇതിൻ്റെ പൂക്കൾക്ക് ഗാർലിക് വൈൻ്റെ പൂക്കളോട് സാദൃശ്യമുണ്ട്. ഗാർലിക് വൈൻ്റെ പൂക്കളും ക്യാറ്റ്സ്കോയുടെ പൂക്കളുമായിട്ട് സാദൃശ്യമുള്ളൊരു പൂക്കളാണ് ഇതിനുണ്ടാകുന്നത്. പക്ഷേ ഇലകൾക്കൊന്നും ഗാർലിക് വൈൻ്റെ പോലെ വെളുത്തുള്ളിയുടെ ഗന്ധമൊന്നുമില്ല. പൂക്കൾക്ക് ഏകദേശം ആ ഷേപ്പൊക്കെയാണ്. കാണാൻ വളരെ മനോഹരമായിട്ടുള്ളൊരു ചെടിയാണിത്. ഇതിൻ്റെ പൂക്കൾക്കെല്ലാം ബെൽ ഷേപ്പിലാണ് വരുന്നത്. ഇതളുകൾക്കെല്ലാം ഒരു ക്രീം കളറും താഴേക്ക് ഒരു പച്ച കലർന്ന മഞ്ഞ നിറത്തിലുമാണ് ഉണ്ടാകുന്നത്. ഇതെല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോഴത്തേക്കും നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. വർഷം മുഴുവനും നമുക്ക് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ്. വേനൽക്കാലത്തും മഴക്കാലത്തും ഒക്കെ ഒരുപോലെ നമുക്ക് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ്. പൂക്കളൊക്കെ 2-3 ദിവസമൊക്കെ വാടാതെ നിൽക്കും. അത് കഴിയുമ്പോഴത്തേക്കും പൂക്കളെല്ലാം കഴിയുമ്പോൾ നമ്മളിത് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് പിന്നെയും പുതിയ ശാഖകളൊക്കെ ഉണ്ടായിട്ട് നമുക്ക് പിന്നെയും ഇതുപോലെ നല്ല രീതിയിൽ പൂക്കൾ തന്നുകൊണ്ടേയിരിക്കും. ഗാർലിക് വൈൻ്റെ തണ്ടുകൾക്കെല്ലാം അത്യാവശ്യം കുറച്ച് വുഡിയാണെന്ന് പറയാം. ഒരു കട്ടിയുള്ള ടൈപ്പാണ്. പക്ഷേ ഇതിൻ്റെ തണ്ടുകൾക്കൊന്നും അധികം കനം അങ്ങനെ ഇല്ല. പെട്ടെന്ന് നമുക്കിതിനെ വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. ചെറിയ മൂത്ത തണ്ടുകൾ നോക്കി നടുകയാണെങ്കിൽ നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഒരു പ്രത്യേക ഷേപ്പിലുള്ള ഒരു പൂവും കളർ കോമ്പിനേഷൻ എല്ലാം കൂടെ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. ഈ ക്രീമും ഒരു പച്ച കലർന്ന മഞ്ഞ നിറവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിറച്ച് നിൽക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. ഇഷ്ടംപോലെ തേനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഹമ്മിങ് ബേഡ്സും അതുപോലെ തന്നെ ചിത്രശലഭങ്ങളും ബട്ടർഫ്ലൈസും അതുപോലെ തന്നെ തേനീച്ചകളും ഒക്കെ ഇഷ്ടംപോലെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. ഇതിന് ഒരു നല്ലൊരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്കിങ്ങനെ പടർത്തി വിടാൻ പറ്റും. ഇങ്ങനെ പൂക്കളുണ്ടാകുന്ന ഇങ്ങനെ ഗാർലിക് വൈൻ പോലെ തന്നെ മാല പോലെ ഇങ്ങനെ താഴേക്ക് തൂങ്ങിക്കിടന്നിട്ടാണ്. ഒരു തണ്ടിൻ്റെ അറ്റം ഒരു തണ്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ തൊട്ട് താഴെ വരെ ഇങ്ങനെ മാല പോലെ ഇങ്ങനെ പൂക്കളിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ മെയിൻ്റനൻസും വളരെ എളുപ്പമാണ്. അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഇത് തന്നെ നല്ല രീതിക്ക് തന്നെ പൂക്കളുണ്ടായിക്കൊണ്ടേയിരിക്കും. പ്രൂൺ ചെയ്യുന്ന കാര്യം മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്തായാലും ഒരു പ്രത്യേകതയുള്ളൊരു ചെടിയാണ്. എനിക്കെൻ്റെ പേരൊന്നും അറിയാൻ വയ്യ. ഒരു ഗാർഡനിൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ തൈ വാങ്ങിച്ച് നട്ടതാണ്. നട്ട് ഏകദേശം 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പൂക്കൾ തന്നു തുടങ്ങി. ഞാനിപ്പം ഒരു നല്ല രീതിയിലൊരു സപ്പോർട്ട് കൊടുത്തിട്ടാണ് ഇതിനകത്ത് കയറ്റി വിട്ടേക്കുന്നത്. അന്നേരത്തേക്ക് നല്ല ഭംഗിയാണ് ഇതിനെ കാണാനായിട്ട്. ഇങ്ങനെ മാല പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കാണാനായിട്ടൊരു ഭംഗിയാണ്. പിന്നെ അധികം കളർഫുൾ അല്ലാത്തത് കൊണ്ട് ഏകദേശം നമുക്ക് പെട്ടെന്നൊരു വീടിൻ്റെയൊക്കെ ഒരു മധ്യഭാഗത്ത് നടുന്നതായിരിക്കും നല്ലത്. കാര്യം ഇത് കുറച്ച് ദൂരെ ആയിക്കഴിഞ്ഞാൽ ഇതിന് അധികം കളർഫുൾ അല്ലാത്തതുകൊണ്ട് പെട്ടെന്നൊരു അറ്റൻഷൻ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മുറ്റത്തിനോട് നമ്മുടെ പ്രധാന മുറ്റത്തോട് ചേർന്ന് തന്നെ നടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോഴാണ് ഇതിനൊരു പ്രത്യേക ഒരു അറ്റൻഷൻ നമുക്ക് കിട്ടുന്നത്. അങ്ങനെയൊക്കെയാണ് ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഇതിന് എന്താ പറയുന്നത്, ക്യാറ്റ്സ് ക്ലോ ആണെന്ന് പെട്ടെന്ന് തോന്നുകയും ചെയ്യും. പക്ഷേ ക്യാറ്റ്സ് ക്ലോ അല്ല. ക്യാറ്റ്സ് ക്ലോയുടെ പൂവിൻ്റെ അത്രയും വലിപ്പമില്ല. ഗാർലിക് വൈൻ്റെയും പൂവിൻ്റെ അത്രയും വലിപ്പമില്ല. പക്ഷേ എന്തോ ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു പൂവായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഇലകൾ കാണാനും നല്ല ഭംഗിയാണ്. നല്ല തിളങ്ങുന്ന പച്ച നിറത്തിലുള്ള ചെറിയ ചെറിയ ഇലകൾ, അതും കൂടെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. ഇതും ഈ ചെടിക്ക് ഒരു പ്രത്യേക ഒരു ഭംഗിയും നൽകുന്നുണ്ട്. ഈ രണ്ട് കോമ്പിനേഷനുള്ള കളറും ഈ ഇളം പച്ച നിറത്തിലുള്ള പിന്നെ ഇലകളും എല്ലാം കൂടെ ചെടിക്ക് നല്ലൊരു ഭംഗിയാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.